60 വയസ്സായ ഒരാൾ അല്ലെങ്കിൽ ഒരു 40 വയസ്സ് കഴിഞ്ഞ ഒരാൾ തനിക്കൊരു കുഞ്ഞ് ലഭിച്ചാൽ, തന്റെ കുടുംബത്തിൽ ഒരു കുഞ്ഞുണ്ടായാൽ, ആ കുഞ്ഞിനെ കാണുമ്പോൾ ഇവന്റെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്, അല്ലാഹുവേ ഞാനും ഇതേപോലെ ഒരു കുഞ്ഞായി ജനിച്ചവനല്ലയോ. ഇന്നെന്റെ പ്രായം 60ആണ്, ഇന്നെന്റെ പ്രായം 70ആണ്. ഇനി എനിക്ക് എത്ര കാലമാണ് ജീവിക്കാൻ അവസരമുണ്ടാവുക എന്നറിയില്ല. അല്ലാഹുവേ, എന്റെ ജീവിതത്തിൽ എത്ര പാപങ്ങൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ ചിന്തിക്കാനാണ് അല്ലാഹു മരണവും ജീവിതവും നമ്മൾക്ക് നൽകിയത്. ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. നമ്മളിൽ ഏറ്റവും നല്ലവർ ആരാണെന്ന് ചോദിച്ചാൽ, നമ്മളിൽ ഏറ്റവും നല്ലവർ ആരാണ്? ഖൈറുക്കും, നമ്മളിൽ ഏറ്റവും നല്ലവർ മൻ ത്വാല ഉംറുഹു, ഒരുപാട് കാലം ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ആളാണ്. ഒരുപാട് കാലം ജീവിക്കണം. 90 വയസ്സായാലും ശരി, 100 വയസ്സായാലും ശരി, 110 വരെ പോയാലും ശരി, അങ്ങനെ ദീർഘായുസ്സ് അല്ലാഹു ഒരാൾക്ക് നൽകി. വഹസുന അമലുഹു, അങ്ങനെ ജീവിതമാസകലം നന്മ മാത്രം ചെയ്ത് ജീവിക്കാനുള്ള ഭാഗ്യമുണ്ടായാൽ അയാളാണ് നമ്മളിലെ ഏറ്റവും നല്ലവനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരാൾ 40 വയസ്സിന് മരിച്ചു, പിന്നൊരാൾ 60 വയസ്സിന് മരിച്ചു. ആരാ ഏറ്റവും നല്ലവർ? ആരാണ്? രണ്ടുപേരുടെയും അമലുകൾ ഒരേപോലെ. 40 വയസ്സായ ഒരാൾ മരിച്ചുപോയി, 60 വയസ്സായ ഒരാളും മരിച്ചുപോയി. എന്നാൽ രണ്ടുപേരും അമല് ചെയ്തത് ഒരുപോലെയാണ്. 60 വയസ്സ് വരെ ജീവിച്ച ആളാണ് അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടുന്നത്. എന്തേ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഉന്നതമായ ദറജ ലഭിക്കുന്നത് എന്തേ? അയാൾക്ക് 20 റമദാൻ കൂടുതൽ കിട്ടിയില്ലയോ? 20 ലൈലത്തുൽ ഖദർ കൂടുതൽ കിട്ടിയില്ലയോ? ഒരു ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ 83 ആയുസ്സല്ലയോ? ഒരു ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ 83 വയസ്സല്ലയോ മുഅ്മിനീങ്ങളെ? അപ്പൊ കുറച്ചു കാലം ജീവിച്ചിട്ട് ഒരാൾ ജീവിതമാസകലം പ്രായപൂർത്തി എത്തിയത് മുതൽ നന്മ മാത്രം ചെയ്തൊരാൾ ജീവിച്ചു 40 വയസ്സ് വരെ ജീവിച്ചു മരിച്ചുപോയി. മറ്റൊരാൾ 80 വയസ്സ് വരെ ജീവിച്ചു മരിച്ചുപോയി. ഇങ്ങനെയുള്ള ആളുകൾ 80 വയസ്സ് വരെ ജീവിച്ചുപോയി മരിച്ചുപോയാലും ഇങ്ങനെയുള്ള ആളുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആയുസ് ലഭിച്ച ആളാണ് അള്ളാഹുവിന്റെ കോടതിയിൽ ഏറ്റവും സ്ഥാനമുണ്ടാകുന്നത്. അതിന് കാരണം ഒരുപാട് കാലം ജീവിക്കുകയും ഒരുപാട് നന്മ ചെയ്യാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇനി ഞാൻ പറയട്ടെ, ഇനി ഏറ്റവും മോശക്കാരായ ആളുകൾ ആരാണ്? ശർറുക്കും മൻ ത്വാല ഉംറു, ഒരുപാട് ദീർഘായുസ് അല്ലാഹു നൽകി, പക്ഷേ ആ ജീവിതത്തിൽ നന്മ ചെയ്തേയില്ല, തെറ്റുകൾ മാത്രം ചെയ്ത് ജീവിച്ചു. ജീവിതത്തിൽ ഫിത്നയും ഫസാദും മാത്രമാണ്, ആരാന്റെ കുറവുകൾ മാത്രമാണ്, നന്മകൾ ചെയ്തില്ല. അയാളാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ മോശക്കാരനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ജീവിക്കുന്ന കാലത്തോളം നന്മ ചെയ്ത് ജീവിക്കാൻ അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക. എല്ലാ നിസ്കാര ശേഷവും ഒരു ദുആ ചെയ്യാൻ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്തി വതർകൽ മുൻകറാത്തി വഹുബ്ബൽ മസാകീൻ. അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത്, അല്ലാഹുവേ നന്മ മാത്രം ചെയ്ത് ജീവിക്കാൻ നീ എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. വതർകൽ മുൻകറാത്തി, തിന്മ ചെയ്യാതെ തിന്മയിൽ നിന്ന് മാറി നിന്ന് ജീവിക്കാനും എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. വഹുബ്ബൽ മസാകീൻ, മിസ്കീന്മാരെ സ്നേഹിക്കാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. പാവങ്ങളോടൊരു മമത വേണം റബ്ബേ, പാവങ്ങളോടൊരു സ്നേഹം വേണം റബ്ബേ. ലോകത്തിന്റെ നിലനിൽപ്പ് പാവങ്ങളുടെ കൈകളിലാണ്. ലൗലൽ ഫുഖറാ, നാട്ടിൽ പാവങ്ങളായ മിസ്കീന്മാരായ ദരിദ്രരായ ആളുകളില്ലായിരുന്നുവെങ്കിൽ എന്നേ ഈ ലോകം തകരുമെന്നായിരുന്നു. നിങ്ങൾക്ക് അല്ലാഹു റിസ്ക് നൽകാനുള്ള കാരണം, നിങ്ങൾക്ക് അല്ലാഹു ഭക്ഷണം നൽകാനുള്ള കാരണം, നിങ്ങൾക്ക് അല്ലാഹു സമ്പത്ത് നൽകാനുള്ള കാരണം പാവങ്ങളായ ആളുകളാണ്, ളഅഫായ ബലഹീനരായ ദരിദ്രരായ ആളുകളാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹുവിനോടെന്നും ദുആ ചെയ്യാ. ആകെ ദുആ ചെയ്യുന്നത് അല്ലാഹുവേ എന്റെ കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്, അല്ലാഹുവേ എന്റെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്, അല്ലാഹുവേ എനിക്ക് നല്ല വീട് വെക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്, മക്കളെ നൽകണേ അല്ലാഹ് എന്നിങ്ങനെ ദുആ ചെയ്യുമ്പോ അതിന്റെ കൂടെ ഒരു ദുആവും നമ്മൾ കൂട്ടിച്ചേർക്കണേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത്, അല്ലാഹുവേ നന്മ മാത്രം ചെയ്ത് ജീവിക്കാൻ എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. വതർകൽ മുൻകറാത്ത്, അല്ലാഹുവേ തിന്മയിൽ നിന്ന്
മാറി നിൽക്കാനും എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. വഹുബ്ബൽ മസാകീൻ, മിസ്കീന്മാരെ സ്നേഹിക്കാനും എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. എന്നിങ്ങനെ അല്ലാഹുവിനോട് നന്മ ചെയ്ത് ജീവിക്കാൻ ദുആ ചെയ്യുക. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. പറഞ്ഞു വരുന്ന വിഷയം വഇന്നമന്നാസു മുബ്തലം വമുആഫാ, ജനങ്ങളിൽ ചില ആളുകൾക്ക് അല്ലാഹു പരീക്ഷണങ്ങൾ നൽകും, ചില ആളുകൾക്ക് അല്ലാഹു ആരോഗ്യം നൽകും, സന്തോഷം നൽകും. ഫർഹമൂ അഹ്ലൽ ബലാ, എന്നാൽ പരീക്ഷണങ്ങളിലൂടെ ജീവിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ കാരുണ്യം ചെയ്യണം, അവരെ നിങ്ങൾ സ്നേഹിക്കണം. വഹ്മിദുല്ലാഹ അലൽ ആഫിയ, അല്ലാഹു നിങ്ങൾക്ക് തന്ന സുഖങ്ങളെ ഓർത്ത് അല്ലാഹുവിനെ നിങ്ങൾ സ്തുതിക്കണമെന്നും മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പിക്കുകയാണ്. ഇനി കേൾക്ക്, ഇനി അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന ഒരു ഹദീസുണ്ട്. ദാവൂദാജി നിർത്താനായ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു മജ്‌ലിസിനോട് ആദ്യം നടത്തിക്കോളൂ. ഞാൻ നിർത്താനേ നിർത്തുന്നില്ല. ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹിൽ ഖൈർ, അല്ലാഹു ഒരു അടിമയ്ക്ക് നന്മ ഉദ്ദേശിച്ചാൽ, ഖൈർ ഉദ്ദേശിച്ചാൽ, അജ്ജല ലഹുൽ ഉഖൂബത ഫിദ് ദുനിയ, ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹിൽ ഖൈറ, അല്ലാഹു ഒരു അടിമയ്ക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ, അഥവാ അല്ലാഹുവിന് നമ്മളോട് സ്നേഹമുണ്ടായാൽ, അജ്ജല ലഹുൽ ഉഖൂബത ഫിദ് ദുനിയ, നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് അല്ലാഹു ദുനിയാവിൽ തന്നെ ശിക്ഷ തരുമെന്നാണ്. വലിയൊരു പോയിന്റാണ്, നിങ്ങൾക്ക് ജീവിതത്തിൽ ഇത് അനുഭവിക്കാൻ കഴിയും. അല്ലാഹുവിന് നമ്മളോട് സ്നേഹമാണെങ്കിൽ, അല്ലാഹുവിന് നമ്മളോട് ഇഷ്ടമാണെങ്കിൽ, അജ്ജല ലഹുൽ ഉഖൂബത ഫിദ് ദുനിയ, ദുനിയാവിൽ തന്നെ അല്ലാഹു ശിക്ഷ നൽകുമെന്നാണ്. വീട്ടിൽ നിന്നിറങ്ങിയ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റു ചെയ്താൽ ആ തെറ്റിനുള്ള ശിക്ഷ വീട്ടിലെത്തുമ്പോൾ ഭാര്യ തരും. അത് നിങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കിക്കോളൂ. നമ്മളൊരു തെറ്റ് പുറത്തുനിന്ന് ചെയ്തു, അല്ലാഹുവിന് നമ്മളോട് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ആ തെറ്റിനുള്ള ശിക്ഷ വീട്ടിലെത്തിയാൽ ഭാര്യ തരും. ഭാര്യ എന്തെങ്കിലും വിഷയം പറഞ്ഞ് നമ്മളുടെ സ്വൈര്യം നഷ്ടപ്പെടുത്തും. അന്ന് രാത്രി മര്യാദക്ക് ഉറങ്ങാൻ കഴിയില്ല. പുറത്തുനിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റു ചെയ്തു, അതിനുള്ള ശിക്ഷയായിട്ടാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ദുനിയാവിൽ തന്നെ ശിക്ഷ തരുന്നത്. ഒരു സ്വഹാബി ജാഹിലിയ കാലത്ത് സ്നേഹിച്ചിരുന്ന പരിചയമുള്ള ഒരു പെണ്ണ് ഒരു വഴിയിലൂടെ പോകുന്നത് കണ്ടപ്പോ ആ പെണ്ണിനെ തന്നെ ഇങ്ങനെ നോക്കി. പെണ്ണ് പാസ്സായി, പെണ്ണ് പോയി. അങ്ങനെ പെണ്ണ് പോയപ്പോ തിരിഞ്ഞിങ്ങനെ നോക്കി നടന്നു. പെട്ടെന്ന് ഒരു ചുമരിലേക്ക് നെറ്റി തട്ടി നെറ്റിയിൽ നിന്ന് രക്തം വന്നു. നബി തങ്ങൾ ചോദിച്ചു ഇതെന്താണെന്ന്. അപ്പൊ പറഞ്ഞു, നബി സംഭവം ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹിൽ ഖൈറ, അല്ലാഹു ഒരു അടിമയ്ക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ, അജ്ജല ലഹുൽ ഉഖൂബത ഫിദ് ദുനിയ, ദുനിയാവിൽ തന്നെ അല്ലാഹു അതിന് ശിക്ഷ നൽകുമെന്നാണ്. നമ്മളൊരു ഹറാമ് കണ്ടു, വേണ്ടാത്തൊരു പ്രവർത്തനം നമ്മളിൽ നിന്നുണ്ടായാൽ നമ്മുടെ ഭാര്യമാരിലൂടെയോ നമ്മുടെ മക്കളിലൂടെയോ അല്ലാഹു അതിന് ശിക്ഷ നൽകുമെന്നാണ്. ഒന്നുകിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാരണത്താൽ വീഴുകയോ എന്തെങ്കിലും പ്രയാസങ്ങളോ ടെൻഷനോ നമ്മൾക്കുണ്ടാവും. അങ്ങനെ അല്ലാഹു ദുനിയാവിൽ തന്നെ ശിക്ഷ നൽകും. വഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ശർറ, ഇനി ഒരു അടിമയ്ക്ക് അല്ലാഹു ശർറാണ് ഉദ്ദേശിക്കുന്നത്, അയാളോട് അല്ലാഹുവിന് യാതൊരു സ്നേഹമില്ല എങ്കിൽ അംസക അൻഹു ബിദംബിഹി, അയാൾ ദുനിയാവിൽ വളരെ സന്തോഷത്തോടെ ജീവിക്കും. അയാൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവൂല, ബാധ്യതകൾ ഉണ്ടാവൂല, ടെൻഷൻ ഉണ്ടാവൂല. ജീവിതത്തിൽ മക്കളിലൂടെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവൂല, ഭാര്യമാരിലൂടെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവൂല. എല്ലാം അല്ലാഹു തആല ആഖിറത്തിലേക്ക് എടുത്തു വെക്കുകയാണ്. അംസക അൻഹു ബിദംബിഹി ഹത്താ യുവാഫിയ ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു ഇതിനെല്ലാം പകരം വീട്ടുമെന്നാ പറഞ്ഞത്. ഖിയാമത്ത് നാളിൽ അല്ലാഹു ഇതിനെല്ലാം പകരം വീട്ടുമെന്നാ പറഞ്ഞത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കേണ്ടവരാണ്. വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിലാണ് നമ്മുടെ നന്മയും തിന്മയും അല്ലാഹു കണക്കാക്കി നോക്കുന്നത്. ഫമാ സുഹ്സിഹ അനിന്നാർ, ആരാണോ നരകത്തിൽ ഒരു സെക്കൻഡ് പോലും കിടക്കാതെ അല്ലാഹുവിന്റെ സ്വർഗീയ ലോകം ആസ്വദിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവർ, ഫഖദ് ഫാസ്, അവരാണ് വിജയികൾ. നരകത്തിൽ ഒരു സെക്കൻഡ് കിടക്കാതെ സ്വർഗം കിട്ടണം. നരകത്തിൽ കിടന്നിട്ട് എല്ലാവരും സ്വർഗത്തിലെത്തുന്ന ഉറപ്പാണ് മുസ്ലിമീങ്ങൾ.
ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയവർ സ്വർഗ്ഗത്തിലെത്തുമെന്നുറപ്പാണ്. പക്ഷേ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗം നമ്മൾക്ക് കിട്ടണം. ആ സ്വർഗം കിട്ടാനുള്ള വഴി നമ്മുടെ കണ്ണുകളിലൂടെ അള്ളാഹു നമ്മൾക്ക് നൽകുന്നുണ്ട്. ആ സ്വർഗം കിട്ടാനുള്ള വഴി നമ്മുടെ കണ്ണുകളിലൂടെ അള്ളാഹു നമ്മൾക്ക് നൽകുന്നുണ്ട്. ഏതൊക്കെയാണ് ആ മനുഷ്യന്മാർ? ഒരു സെക്കൻഡ് പോലും നരകമില്ലാതെ അള്ളാഹു നരകത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തി സ്വർഗം ലഭിക്കുന്ന വിഭാഗമാരാണ്. ഒന്ന്, ഐനുൻ ബകത് മിൻ ഖശിയത്തില്ലാഹ്, അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞ കണ്ണുകൾ, ഒറ്റയ്ക്കിരുന്നു കൊണ്ട്, ഏകാന്തനായിരുന്നു കൊണ്ട്, ആരാരും കാണാതെ ഒറ്റയ്ക്കൊരു മുറിയിലോ വിജനമായ സ്ഥലത്തോ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനെ ഓർത്ത്, അള്ളാഹുവിന്റെ ഖബറിന്റെ ശിക്ഷയോർത്ത്, അള്ളാഹുവിന്റെ നരകത്തെ ഓർത്തുകൊണ്ട് കരയുന്ന ആളുകൾ ഒരു ഈച്ചയുടെ തലയുടെ കണക്ക കണ്ണുനീർത്തുള്ളി കണ്ണിൽ നിന്നിട്ട് വീണാൽ അള്ളാഹു അവരെ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടത്തൂല എന്നാണ്. വഅൈനുൻ സഹറത്, അള്ളാഹുവിന് വേണ്ടി ഉറക്കൊഴിച്ച കണ്ണുകൾ. ഒന്നുകിൽ അള്ളാഹുവിന്റെ ധർമ്മ സമരത്തിൽ രാത്രി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കാവൽ നിന്നവർ, അല്ലെങ്കിൽ രാത്രി ഉറങ്ങാതെ സുബഹി വരെ നിസ്കരിച്ചവർ, ഖിയാമുൽ ലൈൽ ഒരു രാത്രിയെങ്കിലും തീരെ കണ്ണടക്കാതെ തീരെ ഉറങ്ങാതെ അള്ളാഹുവിന് വേണ്ടി ഖിയാമുൽ ലൈൽ നിസ്കരിച്ച ആളുകൾ, അവരും നാളൊരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മൂന്നാമതായി അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് വഅൈനുൻ ഗല്ലത അൻ മഹാരിമില്ലാഹ്, ഹറാം കാണുമ്പോൾ കണ്ണ് ചിമ്മിക്കളയുന്നവർ, ഹറാം കാണും മനുഷ്യൻ നടക്കുന്ന വഴിയിലൂടെ, പോകുന്ന സഞ്ചരിക്കുന്ന പാതയിലൂടെ, മൊബൈലിലൂടെ, ടിവിയിലൂടെ ഹറാമുകൾ കണ്ടേക്കാം. റോഡിന്റെ ഇരുവശങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ കാണാം, അതുപോലെ തന്നെ പോസ്റ്ററുകൾ കാണാം. ടിവി തുറന്നാൽ സിനിമ കാണാം, സീരിയൽ കാണാം, പരസ്യങ്ങൾ കാണാം. അങ്ങനെ ഹറാം കാണുമ്പോൾ ഇത് ഹറാമാണെന്ന ചിന്തയോടെ, ഇതെനിക്ക് പാടില്ല എന്ന ചിന്തയോടെ അള്ളാഹുവിനെ പേടിച്ചൊരാൾ കണ്ണ് ചിമ്മിക്കളഞ്ഞാൽ അള്ളാഹു അതിന്റെ പേരിൽ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗം ലഭിക്കാൻ അള്ളാഹു അവസരം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മൂന്ന് കണ്ണുകളിൽ ഒരാളെങ്കിലും ആവാൻ നമ്മൾ ശ്രമിക്കണം. മൂന്ന് കണ്ണുകളിൽ ഒരാളെങ്കിലും ആവാൻ നമ്മൾ ശ്രമിക്കണം. കാരണം ആരാണോ നരകത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത്, അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നരകത്തിൽ കിടക്കാതെ പ്രവേശിക്കപ്പെടുന്ന ആളുകൾ, ഫഖദ് ഫാസ്, അവര് മാത്രമേ വിജയിച്ചുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് അങ്ങനെ അള്ളാഹുവിന്റെ നരകത്തിലേക്ക് കിടക്കാതെ സ്വർഗം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അള്ളാഹു നമ്മൾക്ക് അവസരം നൽകട്ടെ. പരിശുദ്ധമായ ഖുർആനിലൂടെ ആദ്യമായി ഞാൻ ഓതിവെച്ച ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, നിങ്ങൾക്ക് ഞാൻ പേടിക്കൊണ്ട്, ഭയം കൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിക്കും. പുറത്തിറങ്ങാൻ പേടിയുണ്ടാവും നിങ്ങൾക്ക്. ഞാൻ പറയട്ടെ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിയമങ്ങളെല്ലാം നമ്മൾക്കെതിരെയാവുക. സ്വാഭാവികമായി ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ആ കുടുംബം പോയി ഇത് അസ്വാഭാവിക മരണമാണ്, ഇതിൽ ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞാൽ നിയമപാലകരും കോടതിയുമെല്ലാം അതിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മത്സരിക്കാറുണ്ട്. എന്നാൽ ആത്മഹത്യയാണെന്ന് വളരെ ഉറപ്പായ സംഭവമാണ് നമ്മുടെ CM ഉസ്താദിന്റെ മരണം. ആത്മഹത്യയാണെന്ന് ഉറപ്പാണ്. അതിനുള്ള തെളിവുകൾ ഒന്നിന് പിറകെ ഒന്നായി വളരെ വ്യക്തമായ തെളിവുകൾ സമർപ്പിച്ചിട്ടും എന്തുകൊണ്ടോ അധികാരത്തിന്റെ തിണ്ണമെടുക്കുകൊണ്ടോ, സമ്പത്തിന്റെ വലുപ്പം കൊണ്ടോ, നോട്ടുകെട്ടുകളുടെ വലുപ്പം കൊണ്ടോ മഹാനായ CM ഉസ്താദിന്റെ ആ ദുരൂഹമായ മരണത്തെ ആത്മഹത്യയാക്കി ചിത്രീകരിക്കാനാണ് നമ്മുടെ നിയമപാലകരും അതുപോലെ നമ്മളുമായി ബന്ധമുള്ള പല ആളുകളും ശ്രമിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരാൾ ഒരു വീട്ടിൽ മരിച്ചു കിടക്കുന്നത് കണ്ടാൽ ആത്മഹത്യയാണെന്ന് പറഞ്ഞാൽ, അതിൽ ദുരൂഹതയുണ്ട് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നവർ എന്തേ നമ്മുടെ CM ഉസ്താദിന്റെ വിഷയത്തിൽ ഇത്രയും താല്പര്യം കാണിക്കാത്തത്? എവിടെ പോയി നമ്മുടെ നേതാക്കന്മാർ? ഇതിനു വേണ്ടി ശബ്ദിക്കേണ്ടത് നമ്മുടെ നേതാക്കന്മാരല്ലയോ? ഇതിനു വേണ്ടി ശബ്ദിക്കേണ്ടത്, നിയമപരമായി ശബ്ദിക്കേണ്ട നമ്മുടെ ഭരണകൂടം എവിടെ?
നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നവരെവിടെ? കൂടെ നിൽക്കേണ്ടവർ പോലും മാറി നിന്ന് മഹാനായ CM ഉസ്താദിന്റെ കുടുംബത്തിന് നീതി വാങ്ങിച്ചു കൊടുക്കാത്തത് വളരെ പേടിപ്പെടുത്തുന്ന വിഷയമാണ്, വളരെ വേദന നൽകുന്ന വിഷയമാണ്. അതേപോലെ വടകര ഭാഗത്തുള്ള ഒരു സഹോദരൻ ഷംന എന്ന് പറയുന്ന പൊന്നുമോൾ ഡോക്ടർമാരുടെ അശ്രദ്ധ മൂലം മരിച്ചു പോവുകയും 2 വർഷക്കാലമായ ആ പിതാവ് തന്റെ മകളുടെ നീതിക്ക് വേണ്ടി പോരാടി ഇന്ന് ആ സഹോദരൻ മസ്കറ്റിൽ വെച്ച് മരിച്ചു പോവുകയാണ്. നമ്മുടെ ആദരണീയരായ ശൈഖുന ചേലക്കാട് ഉസ്താദ് അവർകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു ആഫിയത്തും ആരോഗ്യവും അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗമാണ് നമ്മുടെ അഭിവന്ദനായ ശൈഖുന ചേലക്കാട് ഉസ്താദ് അവർകൾ. അപ്പോൾ ഞാനിനി വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹു നമ്മൾക്ക് പരീക്ഷണങ്ങൾ നൽകുമെന്നാണ്. എങ്ങനെ പേടി, പുറത്തിറങ്ങാൻ പേടി, അടിച്ചു കൊല്ലുമോ? മദ്രസ വിദ്യാർത്ഥിയെയാണ് യാതൊരു കാരുണ്യമില്ലാതെ അടിച്ചു കൊന്നത്. മുസ്ലിമീങ്ങളായ ആളുകളെ മുസ്ലിം ആണ് എന്നതിന്റെ പേരിൽ നിരന്തരമായി കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ദുരൂഹമായ കൊലപാതകങ്ങളുടെ കഥകളും വാർത്തകളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളെ ഞാൻ ഭയപ്പെടുത്തും, നിങ്ങൾക്ക് ഞാൻ പട്ടിണി തരും, പട്ടിണി കിടക്കേണ്ടി വരും, നിങ്ങളുടെ സാമ്പത്തികമായ ബാധ്യതകളും പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും നിങ്ങൾക്ക് നൽകും, നിങ്ങളുടെ ശരീരങ്ങളിലൂടെ അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും, കൃഷിയിലൂടെ, ഫലങ്ങളിലൂടെ. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ ആരാണോ അല്ലാഹുവിനെ ഓർത്ത് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നവർ, കടംബാധ്യതയുണ്ടായി വലിയ കോടീശ്വരന്മാർ ഒരു സുപ്രഭാതത്തിൽ ഒന്നുമില്ലാതെയാവുകയാണ്. സമ്പത്ത് മുഴുവനും പല കേസുകളിൽ അകപ്പെട്ട് മുഖം നോക്കി പുറത്തിറങ്ങാൻ കഴിയാതെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കോടീശ്വരന്മാരറിയാം. പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലേക്ക് അവര് വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവർ. അത്തരം സാഹചര്യങ്ങളിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ദിക്ർ ചൊല്ലി അൽഹംദുലില്ലാഹ് എന്ന് പറയാനുള്ള ആ കരുത്തും തന്റെ ഇടവും വബദനുൻ അലൽ ബലാഇ സ്വാബിർ, പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാനുള്ള ശരീരവും നമ്മൾക്കുണ്ടാവണം. ഓരോ പരീക്ഷണങ്ങളും അള്ളാഹു നമ്മൾക്ക് നൽകുന്നത് നമ്മുടെ പാപങ്ങൾ പുറത്തു തരാനാണെന്ന്. എന്ത് രോഗം വന്നാലും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നമ്മുടെ അടിമകൾക്ക് അള്ളാഹു നൽകുന്ന ചില രോഗങ്ങളെ കുറിച്ച്, ഏതെങ്കിലും ഒരു മുഅ്മിൻ ഒരു പരീക്ഷണം, ഒരു രോഗം എന്തെങ്കിലും അയാൾ അനുഭവിക്കേണ്ടി വന്നാൽ അത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അയാളുടെ പാപങ്ങൾ പൊറുക്കാനുള്ള കാരണമായിട്ടാണ് നൽകുന്നത്. മാ യുസീബുൽ മുഅ്മിൻ, ഒരൊറ്റ ഹദീസ് കൂടി, മാ യുസീബുൽ മുഅ്മിന മിൻ നസ്ബിൻ, ഒരു സത്യവിശ്വാസിക്ക് ഒരു ക്ഷീണമുണ്ടായാൽ, നമ്മൾക്കൊരു ക്ഷീണമുണ്ടാവുന്നു, പെട്ടെന്നൊരു തളർച്ച, പെട്ടെന്നൊരു ക്ഷീണം, ഉന്മേഷക്കുറവ്, ആ സമയത്ത് നമ്മൾ പറയുന്നു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തെങ്കിലും ഒരു രോഗം, തലവേദന, പല്ലുവേദന, നടുവേദന, വല്ല രോഗങ്ങളും നമ്മൾക്കുണ്ടായി, അപ്പോഴും നമ്മൾ പറയുന്നു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വലാ ഹമ്മിൻ, വല്ല ദുഃഖവും, എന്തെങ്കിലും മക്കൾ മരിച്ചു പോവുക, സാമ്പത്തികമായ ബിസിനസ്സിലെ ആ ബാധ്യതകൾ കൊണ്ടുള്ള ടെൻഷൻ, ജീവിതത്തിലെ മറ്റെന്തെങ്കിലും പ്രയാസം, വലാ ഹമ്മിൻ, ദുഃഖമുണ്ടാവുക, വലാ ഹുസ്നിൻ, വിഷമമുണ്ടാവുക, വലാ ഗമ്മിൻ, മറ്റേതെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുക, ഇതെല്ലാം ഒരു മനുഷ്യനുണ്ടായി. നടന്നു പോകുന്ന വഴിയിൽ കാലിലേക്ക് ഒരു മുള്ളു തറക്കുന്നത് പോലും, വണ്ടിയിലൂടെ യാത്ര ചെയ്യുമ്പോ കാറിന്റെ ടയർ പഞ്ചറാവുന്നത് പോലും, വണ്ടി എവിടെയെങ്കിലും പോയി ഇടിക്കുന്നത് പോലും, അല്ലെങ്കിൽ ഏതെങ്കിലും കാരണത്താൽ നമ്മുടെ വണ്ടി യാത്ര ചെയ്യാൻ പറ്റാതെ പകുതിയിൽ കേടാവുന്നത് പോലും, ഇങ്ങനെ ഏത് പരീക്ഷണങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഈ പരീക്ഷണങ്ങളെല്ലാം ഇല്ലാ കഫറല്ലാഹു ബിഹാ ഖതായ, ജീവിതത്തിൽ ചെയ്ത മുഴുവൻ പാപങ്ങളും പുറത്തു തരാൻ അല്ലാഹു അവസരം നൽകുകയാണ്. മരങ്ങളിൽ നിന്ന് ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ ഒരൊറ്റ ഒരു രോഗം വരുമ്പോ അല്ലാഹുവിനെ ഓർത്ത് ക്ഷമിക്കുന്നവന്റെ ചിന്മയുടെ ഏടിൽ നിന്ന് പാപങ്ങൾ അല്ലാഹു മുഴുവനും മായ്ച്ചു കളയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇത്തരം പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ ക്ഷമിച്ചുകൊണ്ട് ജീവിക്കുക. അൽഹംദുലില്ലാഹ്, എന്റെ റബ്ബ് തന്നതല്ലയോ, എന്റെ റബ്ബ് തന്നതല്ലയോ, അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
അല്ലാഹുമ്മ അജുർനി ഫീ മുസീബത്തി, അല്ലാഹുവേ ഈ മുസീബത്തിൽ ഞാൻ ക്ഷമിക്കുകയാണ്, എനിക്ക് നീ കൂലി തരണേ അല്ലാഹ്, എനിക്ക് നീ പ്രതിഫലം തരണേ അല്ലാഹ്. അല്ലാഹുമ്മ അജുർനി ഫീ മുസീബത്തി വഅഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, ഇതിനേക്കാളും നല്ല ഒരു പകരം നീ എനിക്ക് തരണേ എന്നുള്ള ദിക്ർ ചൊല്ലി പ്രയാസങ്ങളെ നെഞ്ചുറപ്പോടെ പതറാത്ത പാദത്തോടെ നേരിട്ട് പുഞ്ചിരിയോടെ ആ പ്രയാസങ്ങളിലും പരീക്ഷണങ്ങളിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ദുനിയാവും ആഖിറവും വിജയത്തിലാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഉസീക്കും ബിദുആ. ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.